എറണാകുളം അങ്കമാലിയിൽ പെൺകുഞ്ഞ് ഉണ്ടായതിനെ തുടർന്ന് ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച് ഭർത്താവ്. പെൺകുട്ടി ജനിച്ചത് ഭാര്യയുടെ കുഴപ്പം കൊണ്ടാണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. സംഭവത്തിൽ അങ്കമാലി പോലീസ് ഭർത്താവ് ഗിരീഷിനെതിരെ കേസെടുത്തു. നവമി ദിനേശ് ചേരുകയാണ്. നവമി, എറണാകുളത്ത് ഇങ്ങനൊരു സംഭവം അത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് സംഭവിച്ചതെന്ന് പോലും ചിന്തിച്ചു പോകുന്നു. രഞ്ജിത്ത്, എന്തായാലും ഇത്തരത്തിൽ പെൺകുട്ടി ഉണ്ടാകുന്നത് സ്ത്രീകളുടെ അല്ലെങ്കിൽ ഭാര്യയുടെ പ്രശ്നമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ഉണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ ഏറെ വിഷമം തോന്നുന്നുണ്ട്. കാരണം അതിക്രൂരമായ പീഡനത്തിനാണ് ഈ പെൺകുട്ടി കഴിഞ്ഞ 4 വർഷമായി ഇരയായിക്കൊണ്ടിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. 2020 ഇവരുടെ വിവാഹം കഴിഞ്ഞത്. അതിനുശേഷം 2021 ഇവർക്ക് ആദ്യത്തെ കുഞ്ഞ് പിറന്നു. ഇത് പെൺകുഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ട്, അതും ഈ സ്ത്രീയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിക്രൂരമായ പീഡനത്തിനാണ് യുവതി ഇത്രയും വർഷമായി ഇരയായിക്കൊണ്ടിരുന്നത്. ഇത്തരത്തിൽ അതിക്രമം രൂക്ഷമായി മാനസികമായും ശാരീരികമായും വലിയ ഉപദ്രവവും പീഡനവുമായിരുന്നു പെൺകുട്ടി അനുഭവിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഇത് കുട്ടിയുടെ വീട്ടിൽ പറയുന്ന സാഹചര്യമുണ്ടായി. ഇത്രയും വർഷമായി പെൺകുട്ടി ഇത് സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഈ ഭർത്താവിന്റെ മർദ്ദനത്തെ തുടർന്ന് ആശുപത്രിയിലായ യുവതിയെ പോലീസ് ആശുപത്രിയിലായിരുന്നു. തുടർന്ന് ഡോക്ടർമാർ പരിശോധിച്ചപ്പോഴാണ് പെൺകുട്ടി പറഞ്ഞത് വീട്ടിൽ വീണു എന്നാണ്. പക്ഷേ ഡോക്ടർമാരുടെ പരിശോധനയിൽ കുട്ടിക്ക് അതിക്രൂരമായി മർദ്ദനമേറ്റിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇതേ തുടർന്ന് വിശദമായി ചോദിച്ചപ്പോഴാണ് കഴിഞ്ഞ ഇത്രയും വർഷമായി ഭർത്താവിൽ നിന്നും താൻ നേരിടുന്ന അതിക്രൂരമായ പീഡനത്തെ കുറിച്ച് അറിയുന്നത്. ഉടനെ തന്നെ അങ്കമാലി പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് പെൺകുട്ടിയുടെ മൊഴി വിശദമായി എടുത്തപ്പോൾ തന്നെ പോലീസിന് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പെൺകുട്ടി മൊഴിയായി നൽകിയത്. നിരന്തരം ഭർത്താവ് ഈ പെൺകുഞ്ഞി പിറന്നതിന് ശേഷം വലിയ ക്രൂരമായുള്ള പീഡനമാണ് ഏൽക്കേണ്ടി വന്നത്. പെൺകുട്ടി വീട്ടുജോലി ചെയ്യില്ല എന്നുമൊക്കെ പറഞ്ഞ് മറ്റ് ചില ആളുകളുമായി ബന്ധമുണ്ടെന്നൊക്കെ വ്യാജമായി പറയുകയും അതിന്റെ പേരിൽ പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും വനിതാ കമ്മീഷൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഭർത്താവിനെ അറസ്റ്റ് ചെയ്യണമെന്ന നിർദ്ദേശം പോലീസിനും നൽകിയിട്ടുണ്ട്. ഇയാൾ ഇപ്പോൾ ഒളിവിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രഞ്ജിത്ത്, പെൺകുഞ്ഞുണ്ടായതിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ മർദ്ദിച്ചു. എറണാകുളം അങ്കമാലിയിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ശ്രദ്ധേയം.